In the beginning, when God created the heavens and the earth was a formless void, and darkness covered the face of the deep, while a wind from God swept over the face of the waters. Then God said, "Let there be light," and there was light. And God saw that the light was good, and God separated the light from the darkness. God called the light day, and the darkness he called night. And there was evening, and there was morning, the first day. ആധുനിക ശാസ്ത്ര ചരിത്രത്തിൽ 20-ാം നൂറ്റാണ്ട് ഭൗതിക ശാസ്ത്രത്തിൻ്റെതായിരുന്നു. ആപേക്ഷികതാ സിദ്ധാന്തത്തിൽ തുടങ്ങി ക്വാണ്ടം ബലതന്ത്രത്തിലൂടെ ശക്തി പ്രാപിച്ച ഭൗതിക വിജ്ഞാനീയം ആധുനിക ലോകത്തിന് സമ്മാനിച്ചത് വിലമതിക്കാനാവാത്ത ഒട്ടേറെ തിരിച്ചറിവുകളാണ്. അതിനു പുറമെ ഇന്നത്തെ ലോകത്തെ ഈ കാണുന്ന സാങ്കേതിക ഔന്നത്യത്തിലും സുഖസൗകര്യങ്ങളിലും എത്തിച്ചതിനു പിന്നിൽ ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ പങ്ക് വളരെ വലുതാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തോടെയാണ് ജീവശാസ്ത്ര സംബന്ധമായ കണ്ടെത്തലുകൾ ലോകശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയത്. ജീവനുള്ളവയെക്കുറിച്ചും ജീവനെക്കുറിച്ചും നടന്ന ഗവേഷണങ്ങൾ ഒട്ടേറെ അറിവുകൾ ലോകത്തിന് പകർന്നു നൽകി. സങ്കീർണവും വിസ്മയാവഹവുമായിരുന്ന അത്തരം തിരിച്ചറിവുകളെയും സാധ്യതകളെയും തികഞ്ഞ ആകാംക്ഷയോടെയാണ് ലോകം ശ്രവിച്ചത്. ക്ലോണിംഗ് മുതൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വരെയുള്ള അനവധി ഗവേഷണ മേഖലകൾ ശാസ്ത്രലോകത്തിനു മുന്നിൽ തുറക്കുകയും ജീവശാസ്ത്ര രംഗത്ത് മനുഷ്യന് ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത്തരം ഗവേഷണങ്ങൾ പുരോഗമിക്കുന്തോറും ധാർമ്മികവും മതാത്മകവുമായ ചില ചോദ്യങ്ങൾ അനേകർക്കുള്ളിൽ ഉയർന്നുകൊണ്ടിരുന്നു. ജീവന്റെ, പ്രത്യേകിച്ച് മനുഷ്യജീവന്റെ മേലുള്ള ശാസ്ത്രത്തിന്റെ കൈകടത്തലിനെ എപ്രകാരം ഉൾക്കൊള്ളണമെന്ന ചർച്ചകൾ നടന്നു. കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടേക്കാവുന്ന ജീവനെക്കുറിച്ചും ഒരു മനുഷ്യനിൽ നിന്ന് അയാളുടെ മറ്റൊരു പതിപ്പ് സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ചും ദൈവം സൃഷ്ടിച്ച അവസ്ഥയിൽ നിന്ന് ജീവജാലങ്ങളിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചും ആശങ്കകൾ ഉയർന്നു. ഇന്നും ജീവശാസ്ത്ര രംഗത്തെ ഗവേഷണങ്ങൾ പുരോഗമിക്കുന്തോറും അത്തരം ചർച്ചകളും മുന്നേറുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് ജീവശാസ്ത്രം ഗൗരവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഗവേഷണ മേഖലകളെക്കുറിച്ച് നാം ഒരു വിചിന്തനത്തിന് തയ്യാറെടുക്കുന്നു. അവയോടുള്ള ക്രൈസ്തവ ആഭിമുഖ്യം എപ്രകാരമായിരിക്കണമെന്ന തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യ ദശകത്തിൽ തന്നെ വ്യക്തമായിരുന്നു 21-ാം നൂറ്റാണ്ട് ജീവശാസ്ത്രത്തിൻ്റേതായിരിക്കുമെന്നുള്ളത്. പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ തന്നെ ചരിത്രം കുറിക്കപ്പെട്ട ക്ലോണിങ്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, സ്റ്റെം സെൽ കൾട്ടിവേഷൻ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാര ജനിതക ഗവേഷണ മേഖലകൾ, കൃത്രിമ ജീവനെ പറ്റിയുള്ള ഗവേഷണം, ഇവയൊക്കെയാണ് ഇന്ന് പത്രമാധ്യമങ്ങളുടെയൊക്കെ തലക്കെട്ടുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നാനോ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇവയുടെയും കൂടി പ്രയോജനപ്പെടുത്തൽ ജീവശാസ്ത്ര മേഖലയിൽ സംഭവിക്കുമ്പോൾ ഒത്തിരി അഭൂതപൂർവകമായ മുന്നേറ്റങ്ങൾ തന്നെ ജീവശാസ്ത്ര മേഖലയിൽ നിന്നും ഈ നൂറ്റാണ്ടിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യുൽപാദന മേഖലയിൽ എന്നതിനേക്കാൾ രോഗപ്രതിരോധ രംഗത്തും ചികിത്സാ മേഖലകളിലുമാണ് ജീവശാസ്ത്ര സംബന്ധമായ കണ്ടെത്തലുകളെ ഇന്ന് ശാസ്ത്രം കൂടിയ അളവിൽ പ്രയോജനപ്പെടുത്തുന്നത്. ജീൻ എഡിറ്റിംഗ് വഴിയായി രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിനും ലബോറട്ടറികളിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന അവയവങ്ങൾ ഉപയോഗിച്ച് രോഗവിമുക്തി പ്രാപിക്കുന്നതിനും തുടങ്ങി അനന്തമായ ലക്ഷ്യങ്ങളോടെ
എണ്ണമറ്റ ഗവേഷണങ്ങൾ നമുക്കിടയിൽ പുരോഗമിക്കുന്നു. ആയുസ് വർദ്ധിക്കുന്നതിനുള്ള ജീവശാസ്ത്രപരമായ ഗവേഷണങ്ങൾക്കും മറ്റ് സങ്കീർണമായ പരീക്ഷണങ്ങൾക്കുമായി ശാസ്ത്രലോകം വലിയ മുതൽ മുടക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ജനിതക സംബന്ധമായ കുറവുകളെയും രോഗസാധ്യതകളെയും പരിഹരിക്കുന്നതിനുള്ള ഗവേഷണങ്ങളാണ് മറ്റൊന്ന്. ഈ മേഖലകളിലെല്ലാം വ്യക്തമായ മുന്നേറ്റങ്ങൾ ശാസ്ത്രജ്ഞർ കൈവരിക്കുമ്പോഴും അവയെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുകൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ പ്രസക്തിയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ മതശാസ്ത്ര സംവാദ പരമ്പരയിലെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മുഖ്യമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജീവശാസ്ത്രവും ധാർമ്മികതയും ജീവശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിലുള്ള ഒരു സംവാദത്തിന് വേണ്ടിയായിരിക്കും. ജീവശാസ്ത്ര മേഖലയിലെ മതാത്മകമായിട്ട് കൂടുതൽ പ്രസക്തമായിട്ടുള്ള മേഖലകളെ ആമുഖമായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയും ശാസ്ത്രജ്ഞ തന്നെയായ സിസ്റ്റർ മേബിളിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സിസ്റ്റർ ബീന ജോസ്, CMC, തൃശൂർ വിമല കോളേജ് പ്രിൻസിപ്പാൾ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സയൻസ് റിലീജിയൻ ഫെലോഷിപ്പ് നേടിയിട്ടുണ്ട്. കാലിഫോർണിയയിൽ നിന്നും ജെനറ്റിക്സ് ആൻഡ് മൊറാലിറ്റി റിസർച്ച് ഫെലോഷിപ്പ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MSc കെമിസ്ട്രിയിൽ 1ാം റാങ്ക് നേടി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നു തന്നെ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. പാരമ്പര്യ രോഗങ്ങളെ ജീൻ എഡിറ്റിംഗ് വഴി ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കാം എന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. 2011 ശാസ്ത്രലോകം രൂപകൽപ്പന ചെയ്ത CRISPR-Cas9 ടെക്നിക് എന്ന ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഇപ്രകാരം ചെയ്തത്. അതുകൊണ്ട് തന്നെ ജനിതക വൈകല്യമുള്ള മനുഷ്യഭ്രൂണങ്ങളിൽ നിന്നും ആ വൈകല്യങ്ങളെ മാറ്റി പുതിയ തലമുറയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. ഈ CRISPR-Cas9 ടെക്നിക്കിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ജീനോം അല്ലെങ്കിൽ DNA സീക്വൻസ് എഡിറ്റ് ചെയ്യാനും അത് കൂട്ടിച്ചേർക്കാനും അതിൽ തിരുത്തലുകൾ വരുത്തുവാനുമൊക്കെ ഈ ടെക്നിക്ക് വളരെ ഫലപ്രദമാണ്. 1987 ജപ്പാനിൽ ആരംഭിച്ച ഗവേഷണങ്ങളാണ് ഇന്ന് ജീവശാസ്ത്ര രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്ന CRISPR-Cas9 സാങ്കേതിക വിദ്യയ്ക്ക് അടിസ്ഥാനമിട്ടത്. ആധുനിക ചികിത്സാ രംഗത്ത് അത്ഭുതകരമായൊരു വിപ്ലവത്തിനാണ് ഈ സാങ്കേതിക വിദ്യ നാന്ദി കുറിച്ചിരിക്കുന്നത്. മനുഷ്യഭ്രൂണങ്ങളിലെ ജീനുകൾ എഡിറ്റ് ചെയ്തുകൊണ്ട് രോഗസാധ്യതയെ നീക്കം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സമീപകാലത്ത് പലപ്പോഴായി വിവിധ രാജ്യങ്ങളിലുള്ള ശാസ്ത്രജ്ഞർ ഇത് സാധ്യമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ലോകം ഭീതിയോടെ കാണുന്ന വലിയൊരു ആരോഗ്യ പ്രതിസന്ധിക്കുള്ള ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കുവാൻ ജീവശാസ്ത്രത്തിന് കഴിയുമോ എന്ന് ആധുനിക ലോകം ഉറ്റുനോക്കുന്നു. 2015 2016 ചൈനീസ് സയൻറ്റിസ്റ്റ് മനുഷ്യഭ്രൂണങ്ങളെ എഡിറ്റ് ചെയ്യുവാൻ ഈ ടെക്നിക്ക് ഉപയോഗപ്പെടുത്തുകയുണ്ടായി. 2015 ഹുവാങ് എന്ന ചൈനീസ് സയൻറ്റിസ്റ്റ് സൺയാറ്റ്സൺ യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹം ബീറ്റ തലാസേമിയ എന്ന ഒരു വളരെ മാരകമായ ബ്ലഡ് ഡിസോർഡർ CRISPR-Cas9 ടെക്നിക്ക് വഴിയായിട്ട് എഡിറ്റ് ചെയ്ത് അത് സുഖപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് 2016 അനദർ ടീം ഓഫ് ചൈനീസ് സയൻറ്റിസ്റ്റ് അവർ HIV ഇൻഫെക്ഷന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മനുഷ്യ ഭ്രൂണത്തെ ഈ CRISPR-Cas9 ടെക്നിക്ക് വഴിയായിട്ട് രൂപപ്പെടുത്തി. വീണ്ടും ഫെങ് സ്വാങ് ആൻഡ് ഫിലിപ്പ് ഷാർപ്പ് എന്ന നോബൽ ലോറേറ്റ്സ് അവർ ഈ CRISPR-Cas9 ടെക്നിക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൈസ് മോഡലിൽ ഈ ടെക്നിക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ള തെറാപ്പീസ് അവർ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. There are a number of genetic diseases. ആ ജനറ്റിക് ഡിസീസസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ജനറ്റിക് ഡിഫക്റ്റാണ്. ബട്ട് ഓൾസോ ഫോർ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഓഫ് മാൻസ് ജനറ്റിക് മേക്കപ്പ്. ജനറ്റിക് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ മനുഷ്യൻ്റെ ബോഡി മാറ്റാം, മനുഷ്യൻ്റെ മൈൻഡ് മാറ്റാം, മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റാം, അവയവങ്ങൾ ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. എല്ലാ ഡിസീസിനെയും നമുക്ക് ചെറുക്കാനുള്ള കഴിവ് അതിൽ നിന്നുണ്ട്. പക്ഷേ എത്രമാത്രം നമ്മളതിൽ വിജയിച്ചിട്ടുണ്ട്, കുറേ വിജയങ്ങളെല്ലാം നമ്മൾ വന്നിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് എ റാൻഡം പ്രോസസ്.
ജീവശാസ്ത്ര ഗവേഷണങ്ങൾ പുരോഗമിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി സംഭവിക്കുവാനിടയുള്ള ചില സ്വാഭാവിക അപചയങ്ങളെക്കുറിച്ച് ഒരു വിഭാഗം ആളുകൾ ഗൗരവമായി ചിന്തിക്കുന്നു. മനുഷ്യഭ്രൂണങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന പരീക്ഷണങ്ങൾ പ്രാരംഭാവസ്ഥയിലുള്ള അനവധി ജീവനുകളെ ഇല്ലായ്മ ചെയ്തേക്കാം. ജീൻ എഡിറ്റിംഗ് പോലെയുള്ള നടപടിക്രമങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന പാകപ്പിഴകൾ വൈകല്യങ്ങൾക്കും ജീവാപായത്തിനും കാരണമായി മാറിയേക്കാം. ഇത്തരത്തിൽ മനുഷ്യജീവന്റെ മൂല്യത്തെ കുറച്ചു കാണാൻ ഇടയാക്കിയേക്കാവുന്ന ഗവേഷണങ്ങളിൽ ശാസ്ത്രജ്ഞർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് അനേകം വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇത്തരം ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ലോകം ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണിത്. ക്രിസ്പർ Cas9 ടെക്നിക് ഇന്ന് ശാസ്ത്ര ലോകത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. എന്നാൽ അതിൻ്റെ ഒരു മറുഭാഗത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 100% ഇതിന് സക്സസ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറുവശം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഓഫ് ടാർഗറ്റ് മ്യൂട്ടേഷൻസ് അഥവാ അൺപ്ലാൻഡ് മ്യൂട്ടേഷൻസ്, നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ ജീൻ എഡിറ്റിംഗ് നടക്കുകയും പലപ്പോഴും ഹ്യൂമൻ എംബ്രിയോസ് നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്കും ഇത് മാറുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഒരു ആനിമൽ മോഡൽസിൽ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തിയതിന് ശേഷം മാത്രം മനുഷ്യ ഭ്രൂണങ്ങളിൽ പ്രയോഗിച്ചുകൂടാ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്ലോണിംഗ് എന്ന പദം പുതിയതല്ലെങ്കിലും ജീവശാസ്ത്രത്തിലെ ക്ലോണിങ്ങിന്റെ ആവിർഭാവത്തോടെ അതിന് വിപ്ലവകരമായ ഒരു പ്രതിഭാസത്തിന്റെ മുഖച്ഛായ ലഭിച്ചു. പ്രത്യേകിച്ച് 90കളുടെ അവസാനത്തിൽ ക്ലോണിങ്ങിലൂടെ ഡോളി എന്ന ആട്ടിൻകുട്ടി ജനിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടി. സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്ന സാങ്കേതികവിദ്യയാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെ ഒരു ജീവിയുടെ പകർപ്പ് സൃഷ്ടിക്കാൻ കഴിയുമെന്നും സ്വാഭാവിക ജനന മാർഗങ്ങളിലൂടെയല്ലാതെ പൂർണ്ണമായും കൃത്രിമമായി ഏത് ജീവിയെയും പരീക്ഷണശാലയിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്നും മറ്റുമുള്ള പ്രചരണങ്ങൾ വലിയ ചർച്ചകളായി. അതോടൊപ്പം ക്ലോണിംഗ് വഴിയായി മനുഷ്യനെയും സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കുമെന്ന ആശയം വിവാദം സൃഷ്ടിച്ചു. അത് സൃഷ്ടാവായ ദൈവത്തെയും സൃഷ്ടിയുടെ പ്രകൃതി നിയമങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ് എന്ന വിമർശനങ്ങൾ ഉയർന്നു. 2 പതിറ്റാണ്ടുകൾ പിന്നിട്ട ശേഷവും ക്ലോണിംഗ് സംബന്ധമായ സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും അനന്തമായ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മനുഷ്യരിലുള്ള അനവധി ഗവേഷണങ്ങൾ ചികിത്സാ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇന്ന് ഈ രംഗത്ത് നടക്കുന്ന ഗവേഷണങ്ങളിൽ ഒരു വലിയ പങ്കും ചികിത്സാ ആവശ്യങ്ങൾക്കായുള്ളതാണ്. പ്രധാനമായിട്ടും തെറാപ്യൂട്ടിക് ആൻഡ് റിപ്രൊഡക്റ്റീവ് ക്ലോണിംഗ് ആണുള്ളത്. ഈ തെറാപ്യൂട്ടിക് ക്ലോണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും അത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വളരെ ഉപയുക്തമാണ്. പ്രത്യേകമായിട്ട് ഒരു 3 to 4 days ഉള്ള ഒരു എംബ്രിയോ, ഹ്യൂമൻ എംബ്രിയോ നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത അത് ടോട്ടി പൊട്ടൻ്റ് ആണ്. അതിന് മുഴുവനായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ട്. അതിൻ്റെ ഇന്നർ സെൽമാസിൽ നിന്ന്, ഈ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഇന്നർ സെൽമാസിൽ നിന്ന് എടുക്കുന്ന സ്റ്റെം സെൽസിനെ നമുക്ക് പലതരത്തിലുള്ള സെൽസ് ആയിട്ട് രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. മസിൽ സെൽസ്, ബോഡി ബ്ലഡ് സെൽസ്, ബ്രെയിൻ സെൽസ്, എന്ത് വേണമെങ്കിലും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താം എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ കാൽവയ്പ്പാണ്. പ്രത്യുൽപാദനപരവും ചികിത്സാപരവും എന്നിങ്ങനെ 2 വിധത്തിൽ ക്ലോണിംഗ് സംബന്ധമായ ഗവേഷണങ്ങളും പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട്. മറ്റ് ജീവജാലങ്ങളിൽ എന്നതിനേക്കാൾ മനുഷ്യനിൽ നടക്കുന്ന ഇത്തരം പരീക്ഷണങ്ങൾക്ക് ധാർമ്മികവും വിശ്വാസപരവുമായ ഒരു വശം കൂടിയുണ്ട്. മനുഷ്യഭ്രൂണങ്ങൾ നശിപ്പിക്കപ്പെടുകയും മനുഷ്യജീവനെ നിരുത്തരവാദിത്തപരമായി സമീപിക്കുകയും ചെയ്യുന്ന നടപടികൾ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം സങ്കീർണമായ ശാസ്ത്രീയ ഗവേഷണ മേഖലകളിൽ അതിനോട് ചേർന്ന് തന്നെ ഉയർന്ന നിലവാരം പുലർത്തുന്ന മറ്റ് പഠനങ്ങളും ചർച്ചകളും മുന്നേറേണ്ടതുണ്ട്. ഈ റിപ്രൊഡക്റ്റീവ് ക്ലോണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോലെയുള്ള ഒരു ഓർഗനിസത്തെ നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ബോഡി സെല്ലിൽ നമ്മളെപ്പോലെയുള്ള ഒരു ഓർഗനിസത്തെ രൂപപ്പെടുത്തുവാനുള്ള സാധ്യത ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണത്.
എന്നാൽ ഈ ക്ലോണിങ്ങിൻ്റെ ഒരുപാട് ഉപയോഗമുണ്ട് എങ്കിലും പലപ്പോഴും നമ്മൾ ഈ തെറാപ്യൂട്ടിക് ക്ലോണിങ്ങിനൊക്കെ എടുക്കുന്ന ഹ്യൂമൻ എംബ്രിയോസ് ആണ് ഉപയോഗപ്പെടുത്താറ്. പക്ഷേ ഈ സ്റ്റെം സെൽസ് അതിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ആ ഹ്യൂമൻ എംബ്രിയോ ഒക്കെ നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് നാം അതിൻ്റെ ഒരു ധാർമ്മിക വശം അതേക്കുറിച്ചും ചിന്താവിഷയം ആക്കേണ്ടതുണ്ട്. ജീവശാസ്ത്ര രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച മറ്റൊരു ഗവേഷണമായിരുന്നു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. 1990 ആരംഭിച്ച് പല ഘട്ടങ്ങളിലായി മുന്നേറിയ ബൃഹത്തായ ഈ പദ്ധതിയിൽ പല രാജ്യങ്ങളിലുമുള്ള ശാസ്ത്രജ്ഞർ പങ്കാളികളായി. മനുഷ്യന്റെ ജനിതക ഘടന പൂർണ്ണമായും വായിച്ചെടുക്കുകയായിരുന്നു പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. ജനിതക സംബന്ധമായ രോഗങ്ങളെയും മനുഷ്യനെ ബാധിക്കുന്ന മറ്റ് വിവിധതരം ആരോഗ്യ പ്രശ്നങ്ങളെയും അവയുടെ സാധ്യതകളെയും തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും ഈ മേഖലയിലുള്ള ഗവേഷണങ്ങളിലൂടെ സാധ്യമാകുമെന്ന് കരുതപ്പെടുന്നു. ഒരു പരിധിവരെ ഇക്കാലത്ത് തന്നെ അത്തരം നേട്ടങ്ങൾ ആധുനിക ജീവശാസ്ത്ര രംഗം കരസ്ഥമാക്കി കഴിഞ്ഞിട്ടുണ്ട്. 1990 ഫ്രാൻസിസ് കോളിൻസ് എന്ന സയൻറ്റിസ്റ്റാണ് ഇതിന് രൂപം കൊടുത്തത്. അത് ഏതാണ്ട് 2003 ആയപ്പോഴേക്കും ഹ്യൂമൻ ജീനോം കംപ്ലീറ്റ് ആയിട്ട് അവർ സീക്വൻസ് ചെയ്തു. ഇന്ന് വീണ്ടും 2016 ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ 150 എക്സ്പേർട്സ് ചേർന്ന ഒരു യോഗത്തിൽ അവർ വീണ്ടും ഈ ഹ്യൂമൻ ജീനോം അല്ല DNA സീക്വൻസ് കംപ്ലീറ്റ് ആയിട്ട് സിന്തസൈസ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് കൽപ്പന ചെയ്തിരിക്കുകയാണ്. ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ഒരു വലിയൊരു സവിശേഷത നമുക്ക് ഈ ജീൻ എഡിറ്റിങ്ങിലൂടെ രോഗം ഡയഗ്നോസ് ചെയ്യാനും അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് കാണുവാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുവാനുമുള്ള കാര്യങ്ങൾ നമുക്കതിലൂടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പ്രത്യേകമായിട്ടൊരു ഹ്യൂമൻ്റെ ജീനോം നമ്മുടെ DNA സീക്വൻസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ക്യാൻസറിന് കാരണമായിട്ടുള്ള ജീൻ ഏതാണ്, ഓങ്കോജീൻ കണ്ടെത്തി അതിനെ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഏജിങ്ങിന് കാരണമായിട്ടുള്ള ജീനിനെ കണ്ടെത്തി അതിനെ മാറ്റുമ്പോൾ നാം എപ്പോഴും യങ്ങായിട്ടിരിക്കുന്ന ഒരു സാധ്യതയിലേക്ക് കൂടി ഇത് വഴി തുറക്കുകയാണ്. നമ്മുടെ ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്റ്റൻസിയൊക്കെ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ തുറന്നു വെക്കുന്നുണ്ട്. ജീവശാസ്ത്ര രംഗത്തെ മറ്റൊരു കാൽവയ്പായിരുന്നു ജനിതക രൂപമാറ്റം വരുത്തിയ ജീവജാലങ്ങൾ. എന്നാൽ ഇക്കാലയളവിനുള്ളിൽ തന്നെ സസ്യങ്ങളിലും ജന്തുക്കളിലും ജനിതക മാറ്റം വരുത്തുന്നതിനെതിരെ അനേകം വിദഗ്ധർ ശബ്ദമുയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്താൻ കാരണമാകുമെന്ന കണ്ടെത്തലുകളാണ് കാരണം. ഇക്കാരണങ്ങളാൽ ജീവശാസ്ത്ര രംഗത്തെ ഗവേഷണങ്ങളെയും നേട്ടങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതും പരിധികൾ നിശ്ചയിക്കേണ്ടതും ആവശ്യമാണ്. DNA എഡിറ്റിങ്ങിലൂടെ പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഹൈ ഈൽഡിങ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത്. എന്നാൽ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അല്ലെങ്കിൽ അതുപോലെയുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പരിധിവരെ വേൾഡിൻ്റെ ഹങ്കർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ നേട്ടമാണ്. എന്നിരുന്നാലും ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനൊക്കെ നമ്മൾ ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കേണ്ടി വരുന്നത് പലപ്പോഴും എൻവയൺമെൻറ്റൽ പൊല്യൂഷന് കാരണമാകുന്നു എന്നതിലേക്കും നാം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ജീവശാസ്ത്ര രംഗത്തെ ഗവേഷണങ്ങൾ പരിധികളില്ലാത്തതാണ്. കൃത്രിമമായി ജീവൻ സൃഷ്ടിക്കാൻ തന്നെയും കഴിയുമെന്ന് ഇന്ന് ശാസ്ത്രം അവകാശപ്പെടുന്നു. ബാക്ടീരിയകളിലും മറ്റ് സൂക്ഷ്മാണുക്കളിലും അനവധി ഗവേഷണങ്ങൾ പുരോഗമിക്കുന്നു. എന്നാൽ അവയ്ക്കൊക്കെയും ധാർമ്മികതയ്ക്കും നന്മയ്ക്കും വിരുദ്ധമായ ഒരു മറുവശം കൂടിയുണ്ട് എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഇനിയുള്ള കാലത്ത് നാം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. 2010 ജോൺ ക്രേഗ്വെൻഡർ എന്ന US സയൻറ്റിസ്റ്റ് മൈക്കോപ്ലാസ്മ മൈക്കോയിഡ്സ് എന്ന ബാക്ടീരിയയുടെ ജീനോം ആർട്ടിഫിഷ്യലായിട്ട് സിന്തസൈസ് ചെയ്ത് അത് മൈക്കോപ്ലാസ്മ കാപ്രിക്കോളം എന്ന മറ്റൊരു ബാക്ടീരിയയിലേക്ക് അത് ഇൻസേർട്ട് ചെയ്ത്
ധാരാളം മൈക്കോപ്ലാസ്മ, മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് മൈക്കോപ്ലാസ്മ മൈക്കോയിഡ്സ് അദ്ദേഹം സിന്തസൈസ് ചെയ്തു. അന്നത് ക്രിയേഷൻ ഓഫ് ലൈഫ് ആണെന്ന് അദ്ദേഹം ക്ലെയിം ചെയ്താലും ഇറ്റ് വാസ് ജസ്റ്റ് മോഡിഫിക്കേഷൻ ഓഫ് ലൈഫ്. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ജീൻ എഡിറ്റിംഗ് ബാക്ടീരിയയിലൊക്കെ നടത്തുന്നത് ഒരുപാട് തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇന്ന് ഡ്രഗ്സ് ഡിസൈൻ ചെയ്യുവാനായിട്ടാണെങ്കിലും ഫ്യൂവൽസിനും ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇത്തരത്തിലുള്ള എഡിറ്റിംഗ് ഉപയോഗപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. ഇങ്ങനെയുള്ള ബാക്ടീരിയയെ നമുക്ക് എഡിറ്റ് ചെയ്ത് ബയോളജിക്കൽ വെപ്പൺസ് ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെയുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നുണ്ടാവും 2001 US ആന്ത്രാക്സ് അറ്റാക്ക് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇതുപോലെയുള്ള ബയോളജിക്കൽ വെപ്പൺസ് പോലും ഡിസൈൻ ചെയ്യാൻ ഇതിന് സാധ്യതയുണ്ട്. ഇപ്രകാരം നാം സയൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു വശത്ത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം, മറ്റു സൈഡിൽ അതിനൊരു ബാഡ് ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് വളരെ പ്രൂഡൻ്റായിട്ട് റെസ്പോൺസിബിളായിട്ട് നമ്മുടെ ഫ്രീഡം ഉപകാരപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരിക്കലും മനുഷ്യജീവനെ ഹനിക്കുന്ന തരത്തിൽ ഇത് ആയിക്കൂടാ. മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനാണ് തീർച്ചയായിട്ടും മനുഷ്യ പുരോഗതിക്ക് കാരണമായി തീരുക. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ജീവശാസ്ത്ര മുന്നേറ്റങ്ങളുടെ ധാർമ്മികവും മതാത്മകവുമായ മാനങ്ങളെപ്പറ്റി അല്പമായിട്ടൊന്ന് വിചിന്തനം നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എത്തരണത്തിലാണ് ഇത്തരം ശാസ്ത്ര വികാസങ്ങൾ നമ്മുടെ പരമ്പരാഗതമായ കാഴ്ചപ്പാടുകളെയൊക്കെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നത്, തിരുത്തുന്നത് എന്നതിനെപ്പറ്റി ഫാദർ ജോബിന് അല്പമായിട്ടൊന്ന് സംസാരിക്കാമോ? പ്രൊഫസർ ഫാദർ ജോബ് കോഴന്തടം SJ, ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സയൻസ് എന്ന വിഷയത്തിൽ അമേരിക്കയിലെ മെറിലാൻഡിൽ നിന്ന് ഡോക്ടറേറ്റ്, ഫിസിക്സിലും ഫിലോസഫിയിലും തിയോളജിയിലും അമേരിക്കയിലും ഇന്ത്യയിലുമുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉപരിപഠനം. 1986 മുതൽ പൂനെ ജ്ഞാനദീപ വിദ്യാപീഠത്തിൽ പ്രപഞ്ചവിജ്ഞാനീയം, ഫിലോസഫി ഓഫ് സയൻസ്, വിശ്വാസവും ശാസ്ത്രവും തുടങ്ങിയ വിഷയങ്ങളിൽ അധ്യാപകൻ. ഷിക്കാഗോയിലെ ലയോള യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസർ. തത്വശാസ്ത്രം, ഫിസിക്സ്, മതശാസ്ത്ര സംവാദം തുടങ്ങിയ വിഷയങ്ങളിൽ ഏറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിലീജിയൻ്റെ തലവനാണ്. സയൻസിൻ്റെ റോളും മനുഷ്യൻ്റെ റോളും ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ വളരെ സാരമായിട്ട് ഗൗരവമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കിയാൽ ഇതുവരെയും ഈ 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയും സയൻസ് ഒരു സാന്താക്ലോസ് പോലെ ആണ് പലരും മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അതായത് സാന്താക്ലോസ് പലതരത്തിലുള്ള ഗിഫ്റ്റ്സ് തരുന്ന പോലെ, പലതരത്തിലുള്ള സംഭാവനകൾ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് പോലെ സയൻസ് നമുക്ക് പലതരത്തിലുള്ള ഗിഫ്റ്റ്സ്, നമ്മളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പല സംഗതികളും തരുന്നുണ്ട്. അങ്ങനെ തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ ദാറ്റ് വാസ് ദ റോൾ. അതായിരുന്നു സയൻസിൻ്റെ പ്രധാനപ്പെട്ട റോള്. ഈ ജനറ്റിക് റെവല്യൂഷനോടുകൂടി ഈ റോളിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ സയൻസ് വെറും സാന്താക്ലോസ് മാത്രമല്ല, സയൻസ് ഒരു ക്രിയേറ്ററും കൂടെ ആയിത്തീർന്നിരിക്കുകയാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ്. ആ സയൻസ് ക്രിയേറ്റർ ആവുമ്പോൾ സയൻസ് മുഖേന മനുഷ്യരാശിയും ഒരു ക്രിയേറ്റേഴ്സ് ആയിത്തീരുകയാണ്. ശാസ്ത്രം മനുഷ്യനെ നയിക്കുന്നത് വിശാലമായ മറ്റൊരു ലോകത്തേക്കാണ്. മനുഷ്യൻ്റെ സാധ്യതകൾ അവിടെ കൂടുതൽ ക്രിയാത്മകമായി മാറുന്നു. സൃഷ്ടിയുടെ സങ്കീർണ തലങ്ങളിൽ പോലും ഇടപെടുവാൻ അവിടെ അവന് കഴിവ് ലഭിക്കുന്നു. വളരെ വേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, വിപ്ലവകരമായി വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശാസ്ത്രലോകത്തെ നാമും കൂടുതൽ തുറന്ന മനസ്സോടെ സമീപിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് ആനുപാതികമായി അനുബന്ധ ചർച്ചകൾ മുന്നോട്ട് നീങ്ങുന്നില്ല എന്നതാണ് വാസ്തവം. ധാർമ്മികവും വിശ്വാസപരവുമായ ഈ രംഗത്തെ വെല്ലുവിളികളെ കൂടുതൽ ആർജവത്തോടെ സമീപിക്കുകയും വ്യക്തമായ ഉത്തരങ്ങൾ കണ്ടെത്തുകയും ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത്തരത്തിൽ ചിന്തിച്ചാൽ നാം ഇനിയുമേറെ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. ഇന്ന്
സയൻസ് ഈസ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സയൻസ് ഈസ് ഇൻ എ പൊസിഷൻ ടു ഡിറ്റർമിൻ നോട്ട് ഓൺലി വാട്ട് വി ഹാവ് ബട്ട് ഓൾസോ വാട്ട് വി ആർ. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് മാത്രമല്ല, നമ്മൾ ആരാണ് ആകാൻ പോകുന്നത്, എങ്ങനെയാണ് ആകാൻ പോകുന്നത്, ഈ കാര്യത്തെപ്പറ്റിയും സയൻസ് മുഖേന മനുഷ്യരാശിക്കും ഒരു 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 അവകാശം വന്നിരിക്കുകയാണ്. സയൻസിന് വേണമെങ്കിൽ സിസ്റ്റർ മേബിൾ പറഞ്ഞതുപോലെ ലോഞ്ചേവിറ്റി കൊടുക്കാം, ലോങ് ലൈഫ് കൊടുക്കാം, ചെറിയ ലൈഫ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, കറുത്തവരായിട്ട് വരണമെങ്കിൽ അങ്ങനെയാകാം, വെളുത്തവരായിട്ട് വരണമെങ്കിൽ അങ്ങനെയാകാം, ഐൻസ്റ്റൈൻ്റെ ബുദ്ധി വേണമെങ്കിൽ അങ്ങനെയാകാം. അങ്ങനത്തെ ഒരു പദ്ധതി വന്നിരിക്കുകയാണ്. അതായത് സയൻസ് മുഖേന മനുഷ്യൻ്റെ ശക്തി മനുഷ്യൻ്റെ സ്വാധീന ശക്തി വളരെ വളർന്നു വന്നിരിക്കുകയാണ്. ഈ ശക്തി വരുന്നത് കൊണ്ട് ലോകത്തെ നശിപ്പിക്കണമെങ്കിൽ നശിപ്പിക്കാം, ലോകത്തെ വളർച്ചയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതും ചെയ്യാം. അങ്ങനത്തെ ഒരു പരിതസ്ഥിതിയാണ്. ഇതിൻ്റെ അർത്ഥം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും അതോടൊപ്പം വളർന്നു വന്നില്ല എങ്കിൽ ഒരു മിസ്മാച്ച് വരും. പുരോഗമനം കണ്ടമാനം അങ്ങ് പുരോഗമിച്ചു, അതേസമയം മനുഷ്യത്വം കുറഞ്ഞു വരുന്നു. ജീവശാസ്ത്ര മേഖലയിലെ ശാസ്ത്ര ചുവടുവയ്പ്പുകൾ എത്ര വലിയ ധാർമ്മികമായ ഒരു വെല്ലുവിളിയാണ് ദൈവശാസ്ത്രത്തിന് മുന്നിൽ ഉയർത്തുന്നത് എന്നതിനെപ്പറ്റി ഒരു സൂചന ഫാദർ ജോബ് ഇതിനോടകം തന്നു കഴിഞ്ഞു. ഇതേപ്പറ്റിയുള്ള കത്തോലിക്ക സഭയുടെ നിലപാടുകൾ എന്താണ്? സഭയുടെ പല നിലപാടുകളും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതേ ഉള്ളൂ. ഈ പുതിയ കണ്ടുപിടുത്തങ്ങളോടും മുന്നേറ്റങ്ങളോടുമൊക്കെ പരമ്പരാഗത ചട്ടക്കൂടുകൾ ഒരുപക്ഷെ അപര്യാപ്തമായേക്കാം എന്നുള്ള സന്ദേഹവും ഫാദർ ജോബ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തിരുസഭയുടെ നിലപാട് എന്താണ് ഇങ്ങനെയുള്ള മുന്നേറ്റങ്ങളോട് എന്ന് സിസ്റ്റർ മേബിൾ പരിശോധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് സഭ പോസിറ്റീവായിട്ടാണ് അതിന് നിലപാട് പുലർത്തുന്നത്. മാർക്ക് ഓഫ് മാൻസ് ഗ്രേറ്റ് ഇൻ്റലിജൻസ് എന്നാണ് കത്തോലിക്ക സഭ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പറയുന്നത്. പ്രധാനമായിട്ടും ഗൗഡിയം എറ്റ് സ്പസ് നമ്പർ 36 ഇങ്ങനെ പറയുന്നുണ്ട്: സയൻറ്റിഫിക് റിസർച്ച് ക്യാരിഡ് ഓൺ ഇൻ എ ട്രൂലി സയൻറ്റിഫിക് മാനർ ഇൻ അക്കോർഡൻസ് വിത്ത് മോറൽ നോംസ് will never conflict with faith, because the things of the world and things of faith derive from same God. അപ്പോൾ മോറൽ നോംസിന് അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനെയും സഭ നിരാകരിക്കുന്നില്ല. നമ്മളിപ്പോൾ ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ജീൻ എഡിറ്റിംഗ് തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസിന് ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും കത്തോലിക്ക സഭ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, കത്തോലിക്ക സഭയിൽ ഒരേ ഒരു കാര്യത്തിനാണിത് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ജീവനെക്കുറിച്ചാണ്. മനുഷ്യജീവൻ എപ്പോഴും അത് പ്രഷ്യസ് ആണ്, അത് റെസ്പെക്റ്റ് ചെയ്യണം, അതിനെ ഹനിക്കാൻ പാടില്ല. ഹ്യൂമൻ ഡിഗ്നിറ്റിയെ ഒരിക്കലും വയലേറ്റ് ചെയ്യാൻ പാടില്ല. അതിനെ സേഫ് ഗാർഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എല്ലാ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനും. പ്രധാനമായിട്ടും നമുക്കറിയാം, സയൻസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമുക്ക് നോളജ് ആൻഡ് സ്കിൽസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിലീജിയൻ ആണെങ്കിൽ നമുക്ക് എത്തിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു ഹാർമോണിയസ് ബ്ലെൻഡിങ് ആണ് മനുഷ്യരാശിയുടെ പുരോഗമനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കും ഈ ലോകം അർഹിക്കുന്ന സാങ്കേതിക നേട്ടങ്ങൾക്കും വിശ്വാസി സമൂഹം എതിരല്ല. എന്നാൽ ധാർമ്മികവും വിശ്വാസപരവുമായ വെല്ലുവിളികൾ ഉടലെടുക്കുന്നതിനെക്കുറിച്ച് നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതോടൊപ്പം സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തിൽ ഈ ലോകത്തിൻ്റെ ഭൗതിക മുന്നേറ്റം ദ്രുതഗതിയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന് അനുയോജ്യമായ ധാർമ്മിക മുന്നേറ്റം കൈവരിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട്. ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ച നേട്ടങ്ങളാണ് ശാശ്വതമായി നിലനിൽക്കുകയും ആത്യന്തികമായ ലോക നന്മയ്ക്ക് കാരണമാവുകയും ചെയ്യുക. നമുക്കറിയാം, ഒരുപക്ഷെ ഒരു സയന്റിഫിക് ക്രിയേഷൻ സ്റ്റോറിയോ ഒരു റിലീജിയസ് ക്രിയേഷൻ സ്റ്റോറിയോ അങ്ങനെ വ്യത്യസ്തമായ രണ്ട് തിയറികളുടെ ആവശ്യമില്ല. ജീവൻ ആകസ്മികമായിട്ട് ഉണ്ടായാലും അല്ലെങ്കിലും ചില
ദൈവിക ഇടപെടലുകൾ ഇവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തൗസൻഡ്സ് ഓർ മില്യൺസ് ഓഫ് ആറ്റംസ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ, DNA-ലോ RNA-ലോ നമ്മുടെ പ്രോട്ടീൻ മോളിക്യൂൾസിലോ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഉരുവാകുന്ന, അതിൽ നിന്ന് രൂപമെടുക്കുന്ന ഒരു പുതിയ ഡയമെൻഷനാണ്. Mystery we can only approach closer and closer, but never solve completely. ഞാൻ എന്ന് പറയുന്ന ഈ പ്രതിഭാസം 100 ട്രില്യൺ കോശങ്ങളുടെ സമാഹാരമാണ്. ഈ ഒരൊറ്റ വ്യക്തി എന്ന് പറയുന്നത് കേവലം ഒരുവനല്ല, 100 ട്രില്യൺ വ്യക്തിത്വങ്ങളുടെ സമാഹാരമാണ് ഈ ഒരൊറ്റ ശരീരത്തിൽ സമന്വയിച്ചിരിക്കുന്നത്.